നമസ്കാരം. 2004 മുതൽ 2014 വരെ 10 വർഷക്കാലം ഇന്ത്യയുടെ പ്രധാനമന്ത്രി പദം അലങ്കരിച്ചിരുന്ന മൻമോഹൻ സിംഗ് ഇന്ത്യൻ ജനതയോട് വിട പറഞ്ഞിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ വിയോഗം ഇന്ത്യക്കും ഇന്ത്യൻ ജനതക്കും വലിയ ആഘാതമാണ് വരുത്തി വച്ചിരിക്കുന്നത്. 10 കൊല്ലക്കാലം ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യയെ ഭരിച്ച മൻമോഹൻ സിംഗ് ഇന്ത്യൻ ജനതയുടെ കണ്ണിലുണ്ണിയാണ്. ഇന്ത്യ രാജ്യത്തിന് വേണ്ടി മൻമോഹൻ സിംഗിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തായിരുന്നുവെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1972 മുതൽ 1976 വരെ അദ്ദേഹം ഇന്ത്യയുടെ ചീഫ് എക്കണോമിക് അഡ്വൈസറായിരുന്നു. 1982 മുതൽ 85 വരെ അദ്ദേഹം ഇന്ത്യയുടെ റിസർവ് ബാങ്ക് ഗവർണറായിരുന്നു. 1985 മുതൽ 1987 വരെ അദ്ദേഹം ഇന്ത്യയുടെ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആയിരുന്നു. 1991 അദ്ദേഹം ഇന്ത്യയുടെ ധനകാര്യമന്ത്രിയായി സ്ഥാനമേറ്റതിനു ശേഷം ഇന്ത്യയുടെ തകർന്ന സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ വേണ്ടി ഇന്ത്യയിൽ ആദ്യമായി എക്കണോമിക് ലിബറലൈസേഷൻ പോളിസി നടപ്പിലാക്കിക്കൊണ്ട് ഇന്ത്യയുടെ എക്കണോമിയെ തകർച്ചയിൽ നിന്നും കരകയറ്റുകയായിരുന്നു. 1998 മുതൽ 2004 വരെ അദ്ദേഹം രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവായി പ്രവർത്തിച്ചിരുന്നു. 2004 മുതൽ 2014 വരെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായി ഇന്ത്യ ഭരിച്ച അദ്ദേഹം ഇന്ത്യയുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുവാൻ ആവുന്നതൊക്കെ ചെയ്തിരുന്നു. മൻമോഹൻ സിംഗ് ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കിയ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ, യൂണിക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി, റൂറൽ എംപ്ലോയ്മെൻറ്റ് ഗ്യാരണ്ടി സ്കീം, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, സിവിൽ ന്യൂക്ലിയർ അഗ്രിമെൻറ്റ് വിത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് എന്നിവയെല്ലാം തന്നെ ഇന്ത്യയിലെ ജനങ്ങൾക്കും ഇന്ത്യക്കും എല്ലായ്പ്പോഴും പ്രയോജനം ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. മൻമോഹൻ സിംഗിൻ്റെ വിയോഗം ഇന്ത്യക്കും ഇന്ത്യൻ ജനതക്കും താങ്ങാനാവുന്നതിലും അപ്പുറമാണ്.